കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവം രാഷ്ട്രീയമായുധമാക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ച് പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു. വിവാദങ്ങൾക്കിടെ ഷാഫി ഇന്ന് പാലക്കാടെത്തും. രാഹുലിനെ ജനങ്ങൾക്കുമേൽ കെട്ടിവെച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്ന CPM നേതാവ് NN കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. പൊതു രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ തന്നെ പൊതുവേദിയിൽ വരാൻ അർഹതയില്ലാത്ത ഒരു തനി വേതാളമായിരുന്നു ഈ പറഞ്ഞ വ്യക്തി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. ഈ അപരാധം പാലക്കാട്ടെ പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചതിന് കോൺഗ്രസ് പാർട്ടി പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇവിടെയൊന്നും ഈ ഒരു തരത്തിലും ഇനി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കുന്നു തോന്നുന്നില്ല. ഇവരൊന്നും ശുദ്ധരല്ല, ഇവരൊന്നും മാന്യരല്ല, ഇവരൊന്നും പൊതുമണ്ഡലത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കാനോ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോ അർഹതയില്ലാത്തവരാണ്. 3 വർഷം മുമ്പ് തന്നെ രാഹുലിനെതിരായ പരാതി VD സതീശന് അറിയാമായിരുന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നുവെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയും. SKN രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് CPM കടുപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിലെ പ്രതിവാര പങ്ക്തിയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നത് കേരളത്തിൻ്റെ പൊതുവികാരമാണ്. അദ്ദേഹത്തിന് രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേരളം ഒന്നാകെ ആവശ്യപ്പെടുന്നതാണ്. ഇതുവരെയും കേരളീയ രാഷ്ട്രീയ ജീവിതത്തിലോ പൊതുജീവിതത്തിലോ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഹീനമായ ലൈംഗിക ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം CPMൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് MV ഗോവിന്ദൻ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഈ ആവശ്യം മുൻനിർത്തി പാലക്കാടും മറ്റും CPM നടത്തുന്ന പ്രക്ഷോഭങ്ങളും സജീവമാക്കുന്ന തരത്തിലുള്ള സൂചനകളും ദേശാഭിമാനി ലേഖനത്തിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.